ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് CC പ്ലാന്റ്സ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്രാവശ്യം നമുക്ക് 2 വെറൈറ്റി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് സമയം കളയാതെ പ്ലാന്റിന്റെ സൈസും റേറ്റ് ഒക്കെ നോക്കാം. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CC പ്ലാന്റിന്റെ 3 വെറൈറ്റി സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബ്ലാക്കും ഗ്രീനും അതേപോലെ തന്നെ ഡോർഫും. അപ്പൊ വന്നതില് ഡോർഫിന്റെ പ്ലാന്റ്സ് ഫുള്ള് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. പിന്നെ ഗ്രീനിന്റെ പ്ലാന്റ് ഒരു 3 പ്ലാന്റോളെ ബാക്കിയുള്ളൂ. ബ്ലാക്ക് ആണ് ഇപ്പൊ നമുക്ക് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് സമയം കളയാതെ ഉള്ള പ്ലാന്റ്സിന്റെ വീഡിയോയിലേക്കാണ് കടക്കുന്നത്. അപ്പം ആദ്യം പറയുന്നത് ബ്ലാക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ CC പ്ലാന്റിന് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലീഫ് ആദ്യം വരുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്രീൻ കളറും ലീഫ് മെച്ചുവർ ആകുമ്പോഴത്തേക്കാണ് അത് ബ്ലാക്ക് കളറിലേക്ക് മാറുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രീനും ബ്ലാക്കും ഒരുമിച്ച് നടുന്നത് പോലെ തന്നെയാണ് ഈ ബ്ലാക്കിന്റെ ഒരൊറ്റ പ്ലാന്റ് നമ്മൾ നടുമ്പോഴും എന്ന് വെച്ചാൽ 2 കളറും വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് തന്നെ ഒരു ഭംഗിയാണ്. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഷൂട്ട്സ് വരുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം വന്നതെല്ലാം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പൊ ഇതില് ലീവ്സ് പുതിയതായിട്ട് വന്നിരിക്കുന്നതിനെല്ലാം ഗ്രീൻ കളറാണ്. പക്ഷെ ഇത് മെച്ചുവർ ആവുന്നതിനനുസരിച്ച് അതിന്റെ കളർ മാറുന്നത്. ഈ ഒരു ലീഫ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലീഫിന്റെ തുമ്പിൽ നിന്ന് അതിന്റെ കളർ മാറി തുടങ്ങിയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരുപാട് ഷൂട്ട്സ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ബുഷിയായിട്ടുള്ള പോട്ടാണ്. ഇനിയിപ്പോ ഒരു 1 വീക്ക് ഒക്കെ കഴിയുമ്പോൾ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ലീഫ് അത്രയും ബ്ലാക്ക് കളറിലേക്ക് മാറാൻ തുടങ്ങേണ്ടത്. ഇതേപോലെയാണ് കളർ ചേഞ്ച് ആയി വരുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെ കളർ ചേഞ്ച് ആയി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ലീഫിൽ കണ്ടോ, ഗ്രീനും ബ്ലാക്കും കൂടെ ആയിട്ട് അങ്ങനെ മാറി മാറി ലീഫ് നല്ല മെച്ചുവർ ആകുമ്പോൾ നല്ല ബ്ലാക്ക് കളറിലോട്ട് മാറും. അതാണ് നമ്മുടെ ബ്ലാക്ക് CCയുടെ പ്രത്യേകത. അപ്പൊ ബ്ലാക്ക് CCയുടെ റേറ്റ് നമുക്ക് വരുന്നത് 300 രൂപയാണ് കേട്ടോ. ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് വരുന്നത്. അതിന്റെ തന്നെ വേറൊരു പ്ലാന്റും കൂടെ ഞാൻ എടുത്ത് കാണിക്കാം. എല്ലാം നല്ല ബുഷി ആയിട്ടുള്ളത്, അതേപോലെ തന്നെ അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉള്ള ടൈപ്പ് പ്ലാന്റ് ആണ്. നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ ഈ CC പ്ലാന്റ് ഒക്കെ ഫോട്ടോയോട് കൂടി തന്നെയാണ് അയക്കുന്നത്. അപ്പൊ ഈ വെയിറ്റിനനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും വരും കേട്ടോ. അതേപോലെ ഹൈറ്റും ഉണ്ട്. ഈ ഒരു സൈസ് ഒക്കെയാണ് പ്ലാന്റിന് വരുന്നത്. എന്താ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സൈസ് ഒക്കെയാണ് കേട്ടോ പ്ലാന്റിന് വരുന്നത്. അപ്പം എല്ലാം അതുപോലത്തെയാണ്. അപ്പൊ ഇത് നമുക്കൊരു 10 പ്ലാന്റോളെ ബ്ലാക്ക് CCയിൽ ബാക്കിയുള്ളൂ. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ CCയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പൊ ഗ്രീൻ CCയിൽ ഒരു 3 പീസ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഇതാണ് ആദ്യത്തെ ഒരു പ്ലാന്റ്. ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഈ പ്ലാന്റ് ഒക്കെ ഈ ഒരു ഹൈറ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഇപ്പൊ പുതിയതായിട്ട് ഇവിടെ ഇരുന്ന് വന്ന ലീഫുകളാണ് കേട്ടോ. അതാണ് ഇത്രയും ഹൈറ്റ്. ഈ ഒരു ഹൈറ്റ് ആയിരുന്നു വന്ന പ്ലാന്റ്സിനൊക്കെ. ഈ ഒരു ഹൈറ്റിലായിരുന്നു പ്ലാന്റ്സ്. അപ്പൊ പുതിയതായിട്ട് വരുന്നതിനൊക്കെ ഇതുപോലെ ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഹൈറ്റ് വെക്കുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. അല്ലെങ്കിലും CC പ്ലാന്റ്സ് എല്ലാം ഹൈറ്റ് വെക്കുന്ന പ്ലാന്റ് ആണ്. ഇതാണ് ഒരു പീസ്. ഇത് അങ്ങനെ ഒരു 3 പീസ് മാത്രമാണ് CC ഗ്രീന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ ഡോർഫും ഗ്രീനിൽ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ഒക്കെ സോൾഡ് ആയി. ഇനിയിപ്പോ ഒരു 2 വീക്സ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വരും. അപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ 2 പ്ലാന്റ് ആണ്. അപ്പൊ ബ്ലാക്ക് CCയുടെ റേറ്റ് വരുന്നത് 300 രൂപയും ഗ്രീൻ CCക്ക് നമുക്ക് റേറ്റ് വരുന്നത് 265 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പൊ പ്ലാന്റ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ വീടിനുള്ളിൽ ലോ ലൈറ്റ് ആയിട്ടുള്ള ഏരിയയിൽ പോലും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. വീട്ടിൽ മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ലോ മെയിൻ്റെനൻസിൽ വളർത്താം. ഇതിന് പോട്ടി മിക്സ് ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ വാട്ടറിംഗ് എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ലൈറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്കിത് സർവൈവ് ചെയ്യും. നല്ലൊരു പ്ലാന്റ് ആണ്. അപ്പം നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിലും പ്ലാന്റ്സ് ഒന്നും വളർത്താൻ അറിഞ്ഞുകൂടാത്തവർക്ക് വരെയും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ബ്ലാക്ക് CC. അതേപോലെ തന്നെ ഗ്രീൻ CCയും CC പ്ലാന്റ്സിന്റെ എല്ലാ വെറൈറ്റീസും. അപ്പോൾ ഇതിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ പ്ലാന്റ്സ് എല്ലാം പോട്ടോട് കൂടി തന്നെയാണ് അയക്കുന്നത് കേട്ടോ. പോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടല്ല, എല്ലാം നമ്മൾ പോട്ടോട് കൂടി തന്നെയാണ് അയക്കുന്നത്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. നമ്മുടെ ഈ വീഡിയോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള സെയിൽ വീഡിയോയും അതേപോലെ പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.